പോലീസ് ഇപ്പോൾ യുറേനെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. പ്രോസിക്യൂട്ടറും അവളെ ചോദ്യം ചെയ്യുന്ന സമയത്താകട്ടെ അവൾക്കും പണമൊക്കെ ഉള്ളതിന്റെ അഹങ്കാരമാണെന്നൊക്കെ പ്രോസിക്യൂട്ടറും പറയുന്നു. അവളും എനിക്ക് പണം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് ആൾക്കാരൊക്കെ വരുമെന്ന് പറഞ്ഞ് തീരുമ്പോൾ തന്നെ സെക്രട്ടറിയും അഡ്വക്കേറ്റിനെയുമായിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകുവാനും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുത്തശ്ശനും അവിടെ തന്നെ അവളെ കാണുവാനായിട്ടും എത്തിയിട്ടുണ്ട്. മുത്തശ്ശനെങ്കിലും അവളെ മനസ്സിലാക്കുമെന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശനാകട്ടെ അവളോട് റിസൈൻ ചെയ്ത് പോകുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. എങ്കിൽ പോലും ഒരു വോളണ്ടിയർ എന്ന രീതിക്ക് ആഫ്രിക്കയിൽ പോയി കുറച്ചു നാളൊക്കെ വർക്ക് ചെയ്തതിനു ശേഷം നീയും നന്നായെന്നൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിന്നെയും പഴയ സ്ഥാനത്തേക്കൊക്കെ തിരിച്ചെടുക്കാമെന്ന് മുത്തശ്ശനും പറയുന്നു. അവൾക്കാകട്ടെ അതൊന്നും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നതിനപ്പുറത്തായിരുന്നു. ജിഹോക്കും അവിടെ അവൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. നീയും ജിയോനെ ഉപദ്രവിച്ചതിനൊക്കെ എനിക്ക് തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷം സോമിന്റെ അച്ഛനെയും ജിയോന്റെ അമ്മേനെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ജിഹോക്കും. യൂറ ആകട്ടെ അവരെ കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സെക്രട്ടറി കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്ഥലമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ജിഹോക്കും ടീമും ആകട്ടെ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി അവരെ രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിന്റെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് തന്നെ നിനക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. ആ ഒരു വിശ്വാസമാണ് നീ ആദ്യം ഇല്ലാതാക്കേണ്ടതെന്നൊക്കെ ചിഹുക്ക് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ രണ്ടുപേരെയും ചിവോണെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യിക്കും. അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന യൂറേനെയും കൂടി പോലീസ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ജോറാനും ഓപ്പറേഷൻ എല്ലാം തന്നെ ശേഷം കണ്ണു തുറക്കുകയാണ്. അപ്പോഴാകട്ടെ ജോറാന്റെ ഫാമിലിനെയും ലീനെയും ജിവോണിനെയും ജിഹോക്കിനെയും അവളും കാണുന്നു. അവരും സൂമിന്റെ കൈ കൊണ്ട് മിൻഹോൻ കൊല്ലപ്പെട്ടു എന്ന കാര്യം എല്ലാം തന്നെ ജോറാനെയും അറിയിക്കുന്നു. നമ്മുടെ കയ്യിൽ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡിവോഴ്സ് ഒക്കെ കിട്ടുവാനായിട്ട് വളരെ ഈസി ആണെന്നൊക്കെ ലിയും ജോറാനെ അറിയിക്കുന്നു. എനിക്കും മരിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ജനിച്ചതുപോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇതെന്റെ മറ്റൊരു ചാൻസ് ആണ്. ഈ ഒരു ചാൻസ് ഒക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുന്നതായിരിക്കുമെന്നൊക്കെ ജോറാൻ പറയുമ്പോഴാകട്ടെ തനിക്കും അതുപോലെ ഒരു ലൈഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് ജീവനും ഓർക്കുന്നത്. ഓൺഹോ ഓഫീസിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഹയോണിനെ കാണുമ്പോഴത്തേക്കും അവനും ഒരുപാട് ഹാപ്പി ആക്കുന്നു. ജീവനും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഉൺഹോനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജീവൻ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ഹയോണാണ് ഉൺഹോയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പോഴാകട്ടെ പണ്ടത്തെ രീതിയിൽ ഒന്നുമല്ലാതെ ഒട്ടും തന്നെ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിലാണ് നീ പെരുമാറുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തത് കൊണ്ടാണോ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഉൺഹോയും അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇല്ല എന്ന കാര്യമൊക്കെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ഹയോൺ ചോദിക്കുന്ന സമയത്താകട്ടെ ഞാനും ഇതിനു മുമ്പും അതിനു മുമ്പും നിന്നെ കാണുവാനായിട്ടൊക്കെ വന്ന സമയത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് തരുവാനായിട്ടും സാധിച്ചില്ല. ഞാനും പുതിയൊരു ഓവനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഒരുപാട് ടേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനും ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടും ഇരിക്കുകയാണെന്നൊക്കെ ഓൺഹോയും അവളുടെ അടുത്ത് പറയുന്നു. അപ്പോഴാണ് ഉണഹോയുടെ ചെവികളൊക്കെ കാണുവാൻ വളരെ ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹയോണും അവന്റെ ചെവിയിലൊക്കെ തൊടുന്നത്. നീ അങ്ങനെ ആരുടെയും ചെവിയിലൊന്നും പോയി തൊടുവാനായിട്ട് പാടില്ല, കയ്യിൽ മാത്രമേ തൊടുവാനായിട്ടൊക്കെ പാടുള്ളൂ എന്നൊക്കെ ഹയോന്റെ അടുത്ത് ഉണഹോ പറയുമ്പോഴാകട്ടെ അവളും അവന്റെ കൈയൊക്കെ പിടിച്ചതിന് ശേഷം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ അവന്റെ അടുത്തും തുറന്നു പറയുന്നു. ജീവോണിനെ വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ജീഹുക്കും. ഇപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ജീഹുക്കിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്ന കാര്യമൊക്കെ മുത്തശ്ശനും അവളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ കേൾക്കുന്ന അവളും മുത്തശ്ശനും ജീഹുക്കും ഒരേ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നതെന്ന കാര്യമൊക്കെ എടുത്തു പറയുന്നു. മുത്തശ്ശനും ജീഹുക്കും ഒരേ ഡിഷൊക്കെ എടുക്കുന്നത് കൂടി കാണുമ്പോഴത്തേക്കും അവർ ശരിക്കും ഒരുപോലെ തന്നെയാണെന്നൊക്കെ ഹയ്യോണും പറയുകയാണ്. അങ്ങനെയിരിക്കെ മുത്തശ്ശനും ജീവനോട് കൂടുതലായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും ജീവനെ ഇഷ്ടപ്പെടുന്നു. ഒരു പാർട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ജോറാനും ലീയും ഹയോണും ഉൺഹോയും ജീവണും ജീഹുക്കുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരും ഓരോരോ കാര്യങ്ങളായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടും ഇരിക്കുന്നു. ലീയും ഇതുപോലത്തെ ഒരു ചടങ്ങിനൊന്നും വരുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജോറാൻ ലീയുടെ അടുത്ത് നന്ദി പറയുമ്പോഴാകട്ടെ എന്റെ കമ്പനിയുടെ ഓണേഴ്സ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ രീതിയിലുള്ള സുരക്ഷയും നോക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെയാണ് ലീ പറയുന്നത്. അങ്ങനെ പാർട്ടിയൊക്കെ അവസാനിച്ച് അവർ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ 2 കുടകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജീവൻ ഉണ്ടായിരുന്ന കുടയൊക്കെ അവർക്ക് നേരെ നീട്ടുകയാണ്. പക്ഷേ ലീ പോകുന്ന വഴിക്ക് തന്നെയാണ് ജൂറാനും പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് ആക്കിക്കോളാം എന്നൊക്കെ ലീ പറയുകയും ഒൺഹോയ്ക്ക് പോകേണ്ടതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെയാണ് ഹയൂണ് പോകേണ്ടതെങ്കിൽ പോലും ഹയൂണിനെ വീട്ടിൽ കൊണ്ട് ആക്കിക്കോളാം എന്നൊക്കെ ഉൺഹോയും പറയുകയാണ്. ഉൺഹോയും ഹയൂണും എന്തിനാണ് ഒന്നിച്ചൊക്കെ പോകുന്നത്? ഇനിയിപ്പോൾ ഉൺഹോയ്ക്ക് ഹയൂണിനെ ഇഷ്ടമായിരിക്കുമോ എന്നൊക്കെ ജീഹുക്കും ഓർക്കുന്നു. ജീവൺ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്ന സമയത്താക്കട്ടെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവളും വെളിയിൽ ആരാണ് ഉള്ളതെന്നൊക്കെ ക്യാമറ വഴി നോക്കുന്നുണ്ട്. പക്ഷെ ആരും ഉണ്ടെന്നൊന്നും കാണുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവളും ഡോറൊക്കെ തുറന്നു നോക്കുന്നു. പിന്നീടും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ഡോർ അടയ്ക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന സൂമിനാകട്ടെ അവളെയും ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്തുകയാണ്.
ജീവന് ബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളും കണ്ണു തുറക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമൊക്കെ കത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സോമിനും ഉണ്ടായിരുന്നത്. നീ എന്തുകൊണ്ടാണ് എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതെന്നൊക്കെ സോമനും ജീവന്റെ അടുത്ത് ചോദിക്കുമ്പോഴാകട്ടെ, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവൾ മരിച്ച ദിവസവും സുമിൻ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ജീവനും ഓർക്കുന്നു. സോമന് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ചിരിച്ചിട്ടുണ്ടായിരുന്ന ജീവനാകട്ടെ, നിനക്ക് കുറച്ചുകൂടി ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രത്തോളം ബുദ്ധിയേ ഉള്ളൂ എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നായിരുന്നു ജീവനും പറയുന്നത്. മിൻഹ്വാൻ കൊള്ളില്ല എന്നൊക്കെ നീ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നീയും മിൻഹ്വാനെ എനിക്ക് വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകാരൻ നീയാണെന്നൊക്കെ സോമൻ പറയുമ്പോഴത്തേക്കും, നീ എന്തിനാണ് മിൻഹ്വാനെ കൊന്നതെന്നായിരുന്നു ജീവനും ചോദിക്കുന്നത്. ഞാൻ അവനെ കൊന്നത് അവൻ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ്. പക്ഷേ അതിന് യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല. അതുകൊണ്ട് തന്നെ അറിയാതെ പറ്റിയൊരു അബദ്ധമെന്ന രീതിക്കൊക്കെ ഞാനും പോലീസിന്റെ അടുത്ത് പറയുന്നതായിരിക്കും. എനിക്കും ശിക്ഷയൊക്കെ വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ. ഞാനും കീഴടങ്ങുവാനായിട്ട് പോകുകയാണെന്നൊക്കെ സോമിനും പറയുന്നു. ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും അടുത്ത് പറയുമ്പോഴാകട്ടെ, ഞാനും പാവമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ആളുകൾക്ക് എന്റെ അടുത്ത് ദയൊക്കെ തോന്നുമെന്ന് അവൾ പറയുമ്പോഴാകട്ടെ, ഇതിനു മുമ്പും ഇങ്ങനെ തന്നെയല്ലേ നീയും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോമിന്റെ അടുത്ത് ജീവനും ചോദിക്കുന്നു. സോമിനും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു മത്സരമൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണെന്ന് സുമിൻ പറയുമ്പോൾ, നീയല്ല മറിച്ച് ഞാനാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞ് ജീവനും കയ്യിലുണ്ടായിരുന്ന കെട്ടൊക്കെ വളരെ നിഷ്പ്രയാസം അഴിച്ചുമാറ്റുന്നു. മാത്രല്ല സോമിനെ മലർത്തി അടിച്ചിരിക്കുകയാണ് അവളും. നീ കാരണം പല കാര്യങ്ങളും ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ജീവൻ അറിയിക്കുന്നതും. നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. എല്ലാം തന്നെ നീ വരുത്തി വെച്ചതാണ്. ഇപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും നിന്റെ വാഗൊണ്ട് തന്നെ നീ തുറന്നു പറഞ്ഞില്ല എന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോഴത്തേക്കുമാണ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ചൊക്കെ സോമനും മനസ്സിലാക്കുന്നത്. ജീവന്റെ റൂമിലാകട്ടെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. സോമിൻ ജീവന്റെ വീടൊക്കെ കത്തിക്കുവാനായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഏത് കടയിൽ നിന്നുമായിരുന്നു ഫ്യൂലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു കടക്കാരനാകട്ടെ സംശയമൊക്കെ തോന്നിയിട്ട് അവളുടെ ഫോട്ടോയൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അത് സൂമിൻ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ അയാളും ഉറപ്പിക്കുന്നത്. ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ അയാളും ലീനെ അറിയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ലീ ആകട്ടെ ആ ഒരു കാര്യം ചീഹുക്കിനോട് പറയിക്കും, വീടിനെ നല്ല രീതിയിൽ തന്നെ സുരക്ഷയ്ക്ക് ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടായിരുന്ന ജീവനാകട്ടെ അവളെ വീട്ടിലേക്ക് തന്നെ വരുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ പറയുന്നു. ആദ്യം ചേഹൂക്കിനും അതിനൊന്നും തന്നെ സമ്മതമല്ലായിരുന്നു. നിനക്ക് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ചേഹൂക്ക് അതിനെ എതിർക്കുമ്പോഴത്തേക്കും അവൾക്കും വീടൊക്കെ തീ വയ്ക്കുവാനായിട്ടാണ് ലക്ഷ്യമുള്ളത്. നമ്മൾ അവളെ വീണ്ടും തടയുവാനായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവളും ഓടി രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും. എനിക്ക് പുതിയൊരു ജീവിതമൊക്കെ ലഭിച്ച സമയത്ത് ഇനി ഒരിക്കലും ജീവിതത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയില്ല എന്നൊക്കെ ഞാനും തീരുമാനിച്ചതാണ്. അവൾക്ക് എന്നെയാണ് വേണ്ടത്. അവൾ എന്നെ തേടി എത്തുന്നതായിരിക്കും. നമ്മളും അവളെ പിടികൂടുവാനായിട്ടാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ ജീവൻ പറഞ്ഞത് പ്രകാരം ചീഹുക്കും അതിനെല്ലാം തന്നെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു അവളുടെ വീട്ടിലെ ക്യാമറയൊക്കെ അവനും വെച്ചിട്ടുണ്ടായിരുന്നത്. അവരും അവളുടെ കയ്യിൽ കെട്ടിവെച്ചതിന് ശേഷം ആ ഒരു കെട്ടൊക്കെ എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചും കൊടുക്കുന്നു. ആദ്യമൊക്കെ ജീവന് വളരെ പ്രയാസമായിരുന്നെങ്കിൽ പോലും പിന്നീട് കൃത്യമായി തന്നെ അവൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതും കൂടാതെ സുമിൻ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിനെ ലോക്ക് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാകട്ടെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആയിരുന്നു സുമിന്റെ അടുത്ത് അവളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോക്കും ഇപ്പോൾ പോലീസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൈയോടെ സുമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ അവരും പോവുകയാണ്. പക്ഷെ പോകുന്ന വഴിക്കെല്ലാം തന്നെ എല്ലാത്തിനും കാരണക്കാരി ജിയോണാണെന്നൊക്കെ വിളിച്ചു പറയുകയായിരുന്നു സൂമിനും. ഇനി മുതൽ നമ്മുടെ ലൈഫിൽ എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും നടക്കുക. ഞാൻ നിന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ജിഹുക്കും ജിയോന്റെ അടുത്ത് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നീയും എന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നൊക്കെ ജിഹുക്ക് പറയുമ്പോഴത്തേക്കും അവരും പരസ്പരം കിസ്സൊക്കെ ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.